99-ലെ പ്രളയത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലെ പ്രായം ചെന്നവരോട് ചോദിച്ചാൽ ഒരു പക്ഷേ അറിയാൻ കഴിയുമായിരിക്കും. അവരുടെ ഓർമ്മകളിൽ ഇന്നും പെയ്തിറങ്ങാറുള്ള ഒരു പേടി സ്വപ്നം തന്നെയാണ് ഈ ദുരന്തം. കേരളത്തിന്റെ ഭൂപടം തന്നെ മാറ്റിവരച്ച ആ ദുരന്തത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കൊല്ലവർഷം 1099 ഉണ്ടായി എന്നുള്ള കാരണത്താലാണ് ആ പ്രളയത്തെ 99-ലെ പ്രളയം എന്ന് വിളിക്കുന്നത്. 1924 ജൂലൈ മാസത്തിലായിരുന്നു കേരളത്തിന്റെ ഭൂപടം തന്നെ മാറ്റിവരപ്പിച്ച ആ ഒരു പ്രളയം സംഭവിച്ചത്. ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ചത് മൂന്നാർ മേഖലയായിരുന്നു. ഒപ്പം കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാർ ഒഴുകി കടലിൽ എത്തുന്നതുവരെയുള്ള ഭാഗങ്ങളിലും ഈ പ്രളയം അതീവ നാശം തന്നെ വിതച്ചു. ബ്രിട്ടീഷുകാരുടെ വളരെ കാലത്തെ ശ്രമഫലമായി പൂർത്തിയാക്കിയ നിരവധി നിർമ്മിതികൾ 99-ലെ പ്രളയം തകർത്തെറിഞ്ഞതായാണ് ചരിത്രം പറയുന്നത്. ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ബ്രിട്ടീഷുകാർ വിവിധ മേഖലയിലുള്ള മൂന്നാറിന്റെ വിപുലമായ സാധ്യതകൾ മനസ്സിലാക്കിയിരുന്നു. ഇപ്പോഴത്തെ പഴയ മൂന്നാർ ഭാഗത്ത് അക്കാലത്ത് നല്ലൊരു പട്ടണം തന്നെ ബ്രിട്ടീഷുകാർ രൂപപ്പെടുത്തിയിരുന്നു. അവിടെ വിനോദത്തിനായി കുതിരപ്പന്തയ മൈതാനം, ക്ലബ്ബുകൾ, വാഹനങ്ങളുടെ അറ്റകുറ്റ നിർമ്മാണങ്ങൾക്കായി വർക്ക്ഷോപ്പുകൾ തുടങ്ങിയവയും ഉണ്ടായിരുന്നു. ഗതാഗത ആവശ്യത്തിനും മറ്റ് ചരക്ക് നീക്കത്തിനും മറ്റും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി മൂന്നാർ കുണ്ടള റെയിൽവേയും റോപ്പ് വേയും പൂർത്തിയാക്കിക്കൊണ്ട് മൂന്നാറിന്റെ വലിയ വികസനമാണ് ബ്രിട്ടീഷുകാർ അന്ന് യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ 1924-ലെ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിൽ ബ്രിട്ടീഷുകാർ രൂപപ്പെടുത്തിയ പട്ടണവും മറ്റ് മുഴുവൻ സൌകര്യങ്ങളും ഒലിച്ചു പോവുകയായിരുന്നു. അന്ന് ജൂൺ ജൂലൈ മാസത്തിൽ 485 സെന്റിമീറ്റർ മഴ മൂന്നാറിൽ പെയ്തതായാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രളയത്തിൽ മൂന്നാർ ഹെഡ്വർക്സ് ഡാമിന്റെ ഏകദേശം ഭാഗത്തുണ്ടായിരുന്ന 200 ഏക്കറിലെ കൃഷിഭൂമി ഒലിച്ചുപോയതായും ചരിത്രത്തിലുണ്ട്. ഇതോടൊപ്പം തന്നെ കോതമംഗലം, തട്ടേക്കാട്, പെരുമ്പൻകുത്ത് വഴിയുള്ള പഴയ ആലുവ മൂന്നാർ രാജപാതയും തകർന്ന് തരിപ്പണമായി. 20-ാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു ഇത്. 1099 കർക്കിടക മാസം 1 തുടങ്ങി 3 ആഴ്ചയോളം നീണ്ടുനിന്ന പേമാരിയിലും പ്രളയത്തിലും കേരളത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ മുഴുവനായി മുങ്ങിപ്പോയി. മധ്യ തിരുവിതാംകൂറിനെയും തെക്കൻ മലബാറിനെയും പ്രളയം കാര്യമായി തന്നെ ബാധിച്ചു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6500 അടി ഉയരമുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വരെ വെള്ളപ്പൊക്കമുണ്ടായി. ഈ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവർ എത്രയെന്ന് കണക്കില്ല. അങ്ങനെ ഒരു കണക്കെടുക്കാനുള്ള സംവിധാനം അക്കാലത്ത് ഉണ്ടായിരുന്നുമില്ല. അന്നത്തെ പത്രവാർത്തകളും മറ്റു രേഖകളും പ്രളയത്തിന്റെ ഒരു ഏകദേശ ചിത്രം മാത്രമാണ് നമുക്ക് തരുന്നത്. നാടൊട്ടുക്കും ഗതാഗതം മുടങ്ങി. പാളത്തിൽ വെള്ളം കയറി തീവണ്ടികൾ മൊത്തത്തിലോ ഭാഗികമായോ യാത്രകൾ നിർത്തി. തപാൽ സംവിധാനങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്ന അവസ്ഥയുണ്ടായി. അല്പമെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെയും അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു. വെള്ളത്തോടൊപ്പം പട്ടിണിയും ജനങ്ങളെ വലച്ചു. 99-ലെ വെള്ളപ്പൊക്കത്തിനോടൊപ്പം വരില്ലെങ്കിലും 1939-ലും 1961-ലും 2018-ലും കേരളത്തിൽ കനത്ത വെള്ളപ്പൊക്കങ്ങളുണ്ടായി. ഒരുപക്ഷെ 2018-ലെ വെള്ളപ്പൊക്കമായിരിക്കും നമ്മുടെ ഓർമ്മകളിലുള്ളത്. മധ്യ കേരളത്തെയാണ് പ്രധാനമായും പ്രളയം മാരകമായി ബാധിച്ചത്. ആലപ്പുഴ മുഴുവനായും എറണാകുളത്തിന്റെ 4/3 ഭാഗവും വെള്ളത്തിനടിയിൽ മുങ്ങിയെന്നാണ് രേഖകൾ പറയുന്നത്. മധ്യ തിരുവിതാംകൂറിൽ 20 അടി വരെ വെള്ളം പൊങ്ങി. മഴ പെയ്തുണ്ടായ മലവെള്ളവും കടൽവെള്ളവും ഒരുപോലെ കരയെ ആക്രമിച്ചു. മലബാറിലും പ്രളയം കനത്ത തോതിൽ ബാധിച്ചു. കർക്കിടകം 17 കഴിഞ്ഞപ്പോഴേക്കും തെക്കേ മലബാർ മൊത്തത്തിൽ വെള്ളത്തിനടിയിലായി. കോഴിക്കോട് പട്ടണം മുക്കാലും മുങ്ങി. 2000-ൽ പരം വീടുകൾ നിലം പതിച്ചു. പൊന്നാനി താലൂക്കിലും മറ്റും കനാലുകളിലൂടെ മൃതശരീരങ്ങൾ ഒഴുകി നടക്കുന്നുവെന്ന് ചരിത്രം പറയുന്നു. 99-ലെ വെള്ളപ്പൊക്കം മൂലം കേരളത്തിന്റെ ഭൂപ്രകൃതിയും നദികളുടെ ഗതിയും വരെ സാരമായി മാറുകയുണ്ടായി. ഏവരെയും അമ്പരപ്പിച്ചത് മലബാറിലെയോ അതല്ലെങ്കിൽ തിരുവിതാംകൂറിലെയോ വെള്ളപ്പൊക്കത്തെക്കുറിച്ചായിരുന്നില്ല. കാരണം സമുദ്രനിരപ്പിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളം കയറുന്നത് പതിവുള്ള കാര്യം തന്നെയാണ്. അതൊരത്ഭുതവുമല്ല. എന്നാൽ സമുദ്രനിരപ്പിൽ നിന്ന് 5000 മുതൽ 6500 വരെ അടി ഉയരത്തിലുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായതാണ് 99-ലെ വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും അമ്പരപ്പിച്ചത്. ഏഷ്യയിലെ സ്വിറ്റ്സർലൻഡ് എന്ന് വിശേഷിക്കപ്പെട്ട സ്ഥലമായിരുന്നു അക്കാലത്തെ മൂന്നാർ. ബ്രിട്ടീഷുകാരുടെ പ്രിയപ്പെട്ട താവളം. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ബ്രിട്ടീഷുകാരുടെ തേയിലത്തോട്ടങ്ങൾ. 1924 ജൂലൈ മാസത്തിൽ മാത്രം മൂന്നാറിൽ രേഖപ്പെടുത്തിയ പേമാരിയുടെ അളവ് 171.2 ഇഞ്ചായിരുന്നു. ജൂലൈ പകുതിയോടെ തുടങ്ങിയ കനത്ത മഴയിൽ വൻതോതിൽ മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകിയും മാട്ടുപ്പെട്ടിയിൽ 2 മലകൾ ചേരുന്ന സ്ഥലത്ത് തനിയെ ഒരു ബണ്ടുണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവും പകലും പെയ്ത മഴയിൽ ഉരുൾപൊട്ടലുണ്ടായി. ഒഴുകിവന്ന മണ്ണും വെള്ളവും താങ്ങാനാവാതെ മാട്ടുപ്പെട്ടിയിലെ ബണ്ട് തകർന്നതോടെ ഒരു അണക്കെട്ട് പൊട്ടിയ പോലെയുള്ള വെള്ളപ്പാച്ചിലിൽ ഒഴുകിവന്ന വെള്ളവും ഒപ്പം വന്ന മരങ്ങളും കൂടി മൂന്നാർ പട്ടണം തകർത്ത് തരിപ്പണമാക്കി. റോഡുകളെല്ലാം തന്നെയും നശിച്ചു. റെയിൽവേ സ്റ്റേഷനും റെയിൽപാതയും എന്നേക്കുമായി മൂന്നാറിന് നഷ്ടപ്പെട്ടു. അതേസമയം ഇപ്പോഴത്തെ ഹെഡ്വർക്ക് ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തും മലയിടിഞ്ഞ് ഒരു അണക്കെട്ടുണ്ടായിരുന്നു. പഴയ മൂന്നാറിന് സമീപമായി ഏകദേശം 6000 ഏക്കർ പരന്നു കിടന്നിരുന്ന സ്ഥലം ഒരു വൻ തടാകമായി മാറി. മഴ തുടങ്ങിയതിന്റെ 6-ാം ദിവസം ഈ അണക്കെട്ടും പൊട്ടി. ഈ മലവെള്ളപ്പാച്ചിൽ അവസാനിച്ചത് പള്ളിവാസലിൽ 200 ഏക്കർ സ്ഥലം ഒറ്റയടിക്ക് കുത്തിയൊലിപ്പിച്ചുകൊണ്ടായിരുന്നു.
150 അടി ഉയരമുള്ള ഒരു വെള്ളച്ചാട്ടവും സൃഷ്ടിക്കപ്പെട്ടു. പള്ളിവാസലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന 2 ജനറേറ്ററുകൾ മണ്ണിനടിയിലായിപ്പോയി. കുണ്ടളവാലി റെയിൽവേ എന്നറിയപ്പെട്ടിരുന്ന മൂന്നാറിലെ നാരോ ഗേജ് റെയിൽ ലൈനുകളും സ്റ്റേഷനുകളും പ്രളയം പരിപൂർണമായി ഇല്ലാതാക്കി. പാലങ്ങൾ മൊത്തത്തിൽ തകർന്നു. റെയിൽ പാളങ്ങളും സ്റ്റീം ലോക്കോമോട്ടീവ് എഞ്ചിനുകളും ഒലിച്ചുപോയി. തേയില ഫാക്ടറികൾ നശിച്ചു. തേയില കൊണ്ടുപോകാനായി 1902 സ്ഥാപിച്ച റെയിൽവേ പാത മൂന്നാറിൽ നിന്ന് കാണാതെയായി. മാങ്കുളത്തിനും മൂന്നാറിനും ഇടയിൽ സ്ഥിതി ചെയ്തിരുന്ന കരിന്തിരി എന്ന വലിയ മല ഭീകരമായ മണ്ണിടിച്ചിലിനെ തുടർന്ന് പൂർണ്ണമായി തന്നെ ഇല്ലാതായി. പൂർണ്ണമായും തകർന്ന മൂന്നാറിനെ വീണ്ടും ഒരു ഉയിർത്തെഴുന്നേൽപ്പിന് സഹായിച്ചത് ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. വീണ്ടും അവർ തേയില നട്ടു, റോഡുകൾ നന്നാക്കി. മൂന്നാർ പഴയ മൂന്നാറായി. എന്നാൽ ആ വെള്ളപ്പൊക്കത്തിൽ മൂന്നാറിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം പിന്നീടൊരിക്കലും അവിടേക്ക് തീവണ്ടി ഓടിക്കയറിയിട്ടില്ല എന്നതാണ്. മൂന്നാറിൽ തീവണ്ടി ഉണ്ടായിരുന്നു എന്നത് തന്നെ ഇന്നൊരു അത്ഭുത വാർത്തയാണ്. കേരളത്തിൽ നിലവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത ചൂടിന് ശേഷം ഒരു പ്രളയമാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. പഴമക്കാർക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്. ഭൂമിയിലെ എല്ലാ പ്രതിഭാസങ്ങളും 100 വർഷത്തിലൊരിക്കൽ ആവർത്തിക്കപ്പെടും എന്നൊരു വിശ്വാസമാണത്. അങ്ങനെയാണെങ്കിൽ 1924 ജൂലൈയിൽ കേരളത്തെ തകർത്തുകൊണ്ട് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ തന്നെ മാറ്റിക്കൊണ്ട് പെയ്തിറങ്ങിയ മഴ ഒരിക്കൽ കൂടെ ആവർത്തിച്ചേക്കാം. കാരണം ഇത് 2024 ആണ്. 1924 ശേഷം 100 വർഷം കഴിഞ്ഞിരിക്കുന്നു.